അങ്ങനെ രാവിലത്തെ ചായയുടെയൊക്കെ കഴിഞ്ഞ ശേഷം ഫാദുക്കുട്ടിൻ്റെ കൂടെ കുറച്ചധികം നേരം ഇരുന്നു കേട്ടോ. ഓൾക്ക് ഈ പനിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓളെ കൂടെ കുറച്ച് സ്നേഹിക്കലും ഓളെ കുറച്ചിങ്ങനെ കൊഞ്ചിക്കലും ചെറിയ കുട്ടികളെ പോലെ കാട്ടിലൊക്കെ കൂടുതലാണ്. പിന്നെ വയ്യാതിരിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റില്ല. കാരണം നമ്മളില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തെറ്റിപ്പോയിരിക്കും കേട്ടോ. പിന്നെ കരച്ചിലായി പിഴിച്ചിലായി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഞ്ഞിക്ക് ഉള്ള വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ട ശേഷമാണ് കേട്ടോ മാറാല തട്ടാൻ വേണ്ടി നിന്നത്. മാറാല എല്ലായിടവും തട്ടാമെന്ന് വിചാരിച്ചത്, പക്ഷേ പിന്നെ അപ്പോഴത്തേക്കും ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വേഗം ഹോളത്തെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം തുടച്ച് ക്ലീനാക്കി. കാരണം ഷെൽഫുകൾ ഒരുപാടുള്ളതുകൊണ്ട് എല്ലാത്തിലും പൊടി വരും കേട്ടോ. അത് ക്ലീൻ ചെയ്തതിൽ നല്ലൊരു പണിയാണ്. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ചോറൊന്ന് വാർത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നിവിടെ നമുക്ക് കറിയൊന്നുമില്ല, ചമ്മന്തിയും ചെറുപയറുപ്പേരിയും പിന്നെ കുട്ടികൾക്ക് രണ്ടാക്കും പൊടിയരി കഞ്ഞി, നമുക്ക് സാധാ ചോറും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. പിന്നെ തൈരുണ്ടായിരുന്നു, അപ്പോൾ തൈരും കൂട്ടിയിട്ട് കുടിച്ചു. അങ്ങനെ മാങ്ങ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും കല്ലുപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് പിന്നെ നമ്മുടെ മാങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്ത് അങ്ങനെ ഇക്കും മക്കളൊക്കെ ചോറും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ അടിച്ചുവാരലാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും അവർക്ക് വിശക്കണു പറഞ്ഞപ്പോൾ ഞാൻ ചോറ് എടുക്കാൻ വേണ്ടി പോയതാണ്. ഈ ഒരു റൂമിലേക്ക് നോക്കിയപ്പോൾ നിറച്ച് മാറാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ തട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനുള്ളത് സാധനങ്ങളും ഫസ്റ്റ് ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ അതിനെന്താണല്ലോ ഇപ്പോൾ ടൈമില്ല, എനിക്കാണെങ്കിൽ നല്ല വിശക്കണമുണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം റൂമത്തെ തുണികൾ വേഗം ഒന്ന് മടക്കി റൂം മാത്രം ഒന്ന് അടിച്ചു വാരിയിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം തട്ടിക്കൊട്ടാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി പണികളൊക്കെ ഒഴിഞ്ഞ് ഫ്രീ ആയിരിക്കുമ്പോൾ നമുക്ക് തട്ടിക്കൊട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ വേഗം ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വാരി വേഗം ചോറ് കഴിക്കാൻ വേണ്ടി നിന്നു. അപ്പോഴത്തേക്കും ഇക്കി മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പൊതുവെ വെറുതെ തൈര് ഇങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമല്ല. അതിൽ കുറച്ച് സവാളയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ തൈരും പിന്നെ ചെറുപയറുപ്പേരിയും അച്ചാറും ചമ്മന്തിയൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചു.